എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഈ വിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഇയാൾ ആളത്ര വെടിപ്പല്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ടൊവിനോനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു. അത് നമ്മളെ ഉണ്ണി സാറിന് പറ്റിയില്ല. ഉണ്ണി സാറ് പിടിച്ച് അടിച്ചു. എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം എന്തൊരു ഇവിടുന്ന് കരിച്ചിങ്ങനെ. ഈ വിപിൻ കുമാർ എന്ന് പറഞ്ഞവൻ ലോക മാനിപ്പുലേറ്ററാണ്. ഉപദേശവും രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഒരു കാര്യം വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത്, അതാണ് PR വർക്കിന് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ള എന്ത് ക്വാളിറ്റി, അത് ഇവനുണ്ട്. നീ കൂടെ കൈവിടരുത്, എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണം. ഉണ്ണി ബായ് യേ ക്യാ ബായ് തും ക്യാ കർത്താ ഹെ ബായ്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. ഒരു ഹിറ്റ് കിട്ടി, കുഴപ്പമില്ലാത്ത രീതിയിൽ അടുത്തൊരു സിനിമ അങ്ങോട്ട് ഓടിയില്ല എന്ന് പറഞ്ഞു പോയി. എന്നാൽ ആ കിട്ടിയ ഹിറ്റ് കൊണ്ട് അതിന് മുമ്പുണ്ടായിരുന്ന കുറേ ഇമേജ് ഒക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും. പക്ഷെ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. മേ ബി പ്രൊഫഷനകത്തുള്ള ആളുകൾക്ക് തമ്മിൽ ചെറിയ ഈഗോ ക്ലാഷുകൾ കാണുമായിരിക്കും. ഓക്കെ, നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഈ സിനിമയ്ക്കകത്ത് ഇപ്പോഴും ഈ പ്രൊഫഷണൽ ജലസി, പേഴ്സണൽ ജലസി ഭയങ്കരമാണ്. മനസ്സിലായോ? പുറകെ ഞങ്ങളുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു, ഈ മുതലിനെ നിങ്ങൾ നമ്പക്കൂടാതെ മക്കളെ, ഈ വിപിൻ കുമാറിന്. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. എന്തായാലേ ഒരു നല്ലൊരു ഗ്രാഫ് ഒന്നിങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് എന്തായി, എന്ത് കഥ ഇതൊക്കെ പറയാനുള്ളത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. ടൊവിനോ, ഉണ്ണിമൂന്തൻ, പ്രത്യക്ഷത്തിൽ നിങ്ങൾക്കൊന്നും തോന്നിയില്ലെങ്കിലും ഇൻഡസ്ട്രിക്കകത്ത് നിങ്ങൾക്ക് ചോദിച്ചറിയാം, there is a cold war between them. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. ഇവിടെ മോല് കണ്ടോ? ഇന്നലെയും കൂടെ ഉണ്ണി ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഇതിനു മുമ്പും നമ്മൾ സിനിമകൾ റിലീസ് ചെയ്ത സമയത്ത് അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഔട്ട്സൈഡ് കേരളയും ഒക്കെ എത്തിക്കാം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ കുറെ ചർച്ച ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കും. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?